കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരുടെ പാർലമെന്റിലെ ചോദ്യങ്ങൾ UDFനും BJPക്കും തന്നെ വിനയാകുന്ന കാഴ്ചയാണ് കുറച്ചു നാളുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ചാലക്കുടി എംപിയും കോൺഗ്രസ് നേതാവുമായ ബെന്നി ബെഹനാന്റെ പാർലമെന്റിലെ ഒരു ചോദ്യം സംസ്ഥാന സർക്കാരിന് ഗുണകരമായി മാറുകയാണ്. കുറച്ചു കാലമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്രം അർഹതപ്പെട്ട പല വിഹിതത്തിലും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ അടക്കം കേരളത്തിന് വലിയ തുക നൽകാൻ ബാക്കിയുണ്ട് എന്ന വിവരം. എന്നാൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ഒന്നും നൽകാൻ ബാക്കിയില്ല എന്ന BJP വാദത്തിന് ഒപ്പം തുള്ളുന്നൊരു നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് UDF നേതാക്കൾ ഇതുവരെ സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ ഇപ്പോൾ ബെന്നി ബെഹനാന് ലഭിച്ചിരിക്കുന്ന ഈ മറുപടി, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് 600 കോടിയിലേറെ രൂപ ലഭിക്കാനുണ്ട് എന്ന്. നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്ന ഈ പട്ടിക കഴിഞ്ഞ കുറച്ച് സാമ്പത്തിക വർഷമായി കേരളത്തിന് ലഭിച്ച സെൻട്രൽ റിലീസാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ ഇനത്തിൽ ലഭിക്കുന്ന സെൻട്രൽ റിലീസ്. അതിൽ 2022-23 വർഷത്തിൽ 1036.76 കോടി രൂപ കേരളത്തിന് ലഭിച്ചു. 2023-24 പക്ഷേ വെറും 189.15 കോടി മാത്രമാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ 2024-25 ഇപ്പോഴത്തെ ഈ സാമ്പത്തിക വർഷത്തിലും 938.80 കോടി രൂപ ഇതിനോടകം കേന്ദ്രം നൽകി കഴിഞ്ഞു. അതായത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പലവട്ടം നിയമസഭയിലടക്കം പറഞ്ഞ പോലെ 2023-24 സാമ്പത്തിക വർഷത്തിൽ വലിയൊരു തുക 600 കോടിയിലേറെ വരുന്ന തുക കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഒരു UDF എംപിക്ക് ലഭിച്ച പാർലമെന്റ് രേഖ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം 2023-24 വർഷത്തിൽ ഇത്രയധികം രൂപയുടെ കുറവ് NHM ഫണ്ടിൽ ഉണ്ടായിട്ടും കേരളത്തിലെ ഏതെങ്കിലും ആശാ വർക്കർമാരുടെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെയോ ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ മുടങ്ങിയതായി നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇതൊന്നും കേരളത്തിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അറിയേണ്ട സംഗതികളാണ്. അവരുടെ പൂർണ്ണമായ ആവശ്യം സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണ്. കേന്ദ്രത്തോട് അവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രൻ എംപിക്ക് ലഭിച്ച ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന്റെ മറുപടിയും സമാനമായ രീതിയിൽ കേന്ദ്രത്തിന്റെ ആശാ വർക്കർമാരോടുള്ള നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. അതിൽ NK പ്രേമചന്ദ്രന് ലഭിച്ച ഈ മറുപടിയിൽ കേന്ദ്രം വ്യക്തമായി പറയുന്ന ഒരു കാര്യം, കേന്ദ്രത്തിന് ആശമാരുടെ ഇൻസെന്റീവോ മറ്റാനുകൂല്യങ്ങളോ വർദ്ധിപ്പിക്കാൻ യാതൊരു പദ്ധതിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. അതോടൊപ്പം ആശമാരുടെ ആനുകൂല്യം ഇനത്തിൽ പ്രത്യേക ഫണ്ടൊന്നും ഒരു സംസ്ഥാനത്തിനും നൽകുന്നില്ല എന്നും ഇതേ മറുപടിയിൽ കേന്ദ്ര സർക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ വാദങ്ങൾ, കേരളത്തിന് വലിയ തുക കേന്ദ്രം നൽകാനുണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ അംഗീകരിക്കുന്ന നിലയിലുള്ള, സാക്ഷ്യപ്പെടുത്തുന്ന നിലയിലുള്ള ലോക്സഭാ മറുപടികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു.